വിജയ് ആരാധകരും തമിഴ് സിനിമാ പ്രേമികളും ഇന്ത്യൻ സിനിമാ പ്രേമികളും ലോകത്താകമാനം കാത്തിരിക്കുന്ന ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് വിജയ് നായകനായിട്ടെത്തുന്ന ജനനായകൻ എന്ന് പറയുന്ന സിനിമ. അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ അവസാന ചിത്രമായിട്ട് എത്തുന്നതുകൊണ്ട് തന്നെ വമ്പൻ വരവേൽപ്പ് തന്നെ നൽകാനാണ് ആരാധകരുടെ തയ്യാറെടുപ്പ്. ഇപ്പോൾ താരങ്ങളുടെ സാലറി സംബന്ധിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ രംഗം കാണാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നിരവധി താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. എച്ച് വിനോദാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെന്ന് ട്രെയിലർ വന്നതോടുകൂടി ഉറപ്പായിട്ടുണ്ട്. ചിത്രത്തിൽ പൂജ ഹെഡ്ജ് നായികയായിട്ട് എത്തുമ്പോൾ മലയാളത്തിൽ നിന്നും മമിത ബൈജു, നരേന്, അതോടൊപ്പം തന്നെ പ്രിയാമണി, ബോബി ഡിയോൾ തുടങ്ങിയ തമിഴ് പ്രമുഖ താരങ്ങൾ കൂടി അണിനിരക്കുന്ന ചിത്രം ബോക്സ് ഓഫീസ് ഇളക്കി മറിക്കാൻ വേണ്ടി ജനുവരി 9 വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററോട്ട് എത്താൻ പോകുന്നത്. ഇപ്പോൾ അവസാന സിനിമയ്ക്കായിട്ട് വിജയ് വാങ്ങിച്ചിരിക്കുന്ന പ്രതിഫലം മുതൽ ചർച്ചയായിട്ട് മാറുകയാണ്. നായികയായിട്ടുള്ള പൂജ ഹെഡ്ജയ്ക്കും വില്ലനായി എത്തുന്ന ബോബി ഡിയോളിനും ലഭിക്കുന്ന 3 കോടി രൂപ വീതമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മലയാളി താരം മമിത ബൈജുനും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എത്തുന്നുണ്ട്. മമിത ബൈജു ഈ ഒരു സിനിമയ്ക്കായിട്ട് വാങ്ങിക്കുന്ന ഏകദേശം 60 ലക്ഷം രൂപയോളം ആണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മലയാളത്തിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഫീമെയിൽ ആക്ട്രസ് വാങ്ങിക്കുന്ന ഏറ്റവും കൂടിയ സാലറി കൂടിയാണിത്. ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്ന അനിരുദ്ധാണ്. അനിരുദ്ധ് ഈ ഒരു സിനിമയ്ക്കായിട്ട് വാങ്ങിക്കുന്ന 13 കോടി രൂപയോളം ആണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ചിത്രം ഡയറക്ട് ചെയ്യുന്ന എച്ച് വിനോദ് സിനിമയ്ക്കായിട്ട് വാങ്ങിക്കുന്ന പ്രതിഫലം 25 കോടിയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രത്തിൽ നായകനായിട്ടുന്ന വിജയ് വാങ്ങിക്കുന്ന പ്രതിഫലമാണ് തമിഴിലെ റെക്കോർഡ് പ്രതിഫലം തന്നെയാണ് വിജയ് ജനനായകൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന താരമായിട്ട് വിജയ് ഈ ഒരു സിനിമയിലൂടെ മാറിക്കഴിഞ്ഞു. 220 കോടി രൂപയാണ് ചിത്രത്തിനായിട്ട് താരം വാങ്ങിക്കുന്ന പ്രതിഫലം. അങ്ങനെ ചിത്രത്തിന്റെ മൊത്തം ബഡ്ജറ്റ് കണക്കാക്കും. അങ്ങനെ മൊത്തം 272 കോടി 60 ലക്ഷം രൂപയോളമാണ് ചിത്രത്തിലെ താരങ്ങൾ മാത്രമായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം 80 കോടിയിലാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് വരുന്നതെന്നും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ചിത്രം 380 കോടിക്ക് അടുത്താണ് ചിത്രത്തിന്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത്. ചിത്രത്തിന്റെ പുറത്തു വന്ന ട്രെയിലറിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമായിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഹിന്ദിയിൽ ജനനേത എന്ന് പറയുന്ന പേരിലായിരിക്കും ചിത്രം എത്താൻ പോകുന്നത്. ചിത്രം വേൾഡ് വൈഡായിട്ട് ജനുവരി 9 കാണാൻ സാധിക്കുന്നതായിരിക്കും. റീസെയിലൂടെ മാത്രം 40 കോടി പിന്നിട്ട് ചിത്രം ആദ്യം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 100 മുതൽ 150 കോടി വരെ നേടുന്നതാണ് പുറത്തു വരുന്ന ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിനായിട്ട്. അപ്പം ജനനായകൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.